നമസ്കാരം. ഹോർമൂസ് ഇടനാഴി വഴി കടക്കാൻ ശ്രമിച്ച രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് ഒരു ഇന്ത്യൻ പൗരൻ ഇതുമായി കപ്പലുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ള 27 ജീവനക്കാരും ഇപ്പോൾ സുരക്ഷിതമായ നിലയിലാണ്. ഇറാഖിലെ ബസ്ര എന്ന ഭാഗത്ത് അവരെ സുരക്ഷിതമായ രീതിയിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു ഇന്ത്യൻ പൗരൻ കപ്പലുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഹോർമൂസ് ഇടനാഴി വഴി ഒരു തുള്ളി എണ്ണ പോലും കടത്തിവിടാൻ അനുവദിക്കില്ല എന്ന് ഇറാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഹോർമൂസ് വഴി ഒരു യാത്ര നടത്തിയ ഈ കപ്പലിന് നേരെയാണ് ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ മാർഷക് ഐലൻഡിൻ്റെ പതാക വഹിച്ചിരുന്ന സേഫ് സി വിഷ്ണു എന്ന കപ്പലിന് നേരെയാണ് ഇറാൻ്റെ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ ഒരു കപ്പൽ അമേരിക്കൻ കപ്പലാണ്, മറ്റൊരു കപ്പൽ ഗ്രീസ് കപ്പലാണ്. ഗ്രീസ് മാൾട്ടീസ് ഫ്ലാഗ് വഹിക്കുന്ന ഒരു കപ്പലാണ് മറ്റൊരു ആക്രമണത്തിന് വിധേയമായിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയുടെ സാഹചര്യം വീണ്ടും സംഘർഷഭരിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ചൈനീസ് കപ്പലിന് നേരെ ഒരു അമേരിക്കൻ മിസൈൽ ആക്രമണം നടന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഈ സംഘർഷത്തിൻ്റെ സാധ്യത വീണ്ടും വളരുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതേസമയം ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് തുറമുഖം വഴി വിടും എന്ന് ഇറാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ കപ്പൽ ഈ ഹോർമൂസ് ഇടനാഴി വഴി കടത്തിവിടും എന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ പശ്ചിമേഷ്യയുടെ സാഹചര്യം ഈ യുദ്ധത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അതീവ ഗുരുതരമായിരിക്കുന്നു. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സൈന്യം ഇറാനെ ആക്രമിക്കുമ്പോൾ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ രീതിയിലുള്ള ഊർജ പ്രതിസന്ധിയിലേക്കാണ് ഇത് നീളുന്നത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാരലിൻ്റെ തുക വളരെ വലിയ രീതിയിൽ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ കഴിയും എന്നും അറിയില്ല. കാരണം ഇറാൻ ഒരു നിരുപാധികമായിട്ടുള്ള ഒരു കീഴടങ്ങലോ അല്ലെങ്കിൽ ഈ രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്നദ്ധതയോ പൂർണ്ണമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തുനിന്ന് ഇറാൻ്റെ ഖമേനിയൻ കുടുംബത്തെ പൂർണ്ണമായും തച്ചു തകർക്കാതെ യുദ്ധം നിർത്തില്ല എന്നും പറയുന്നുണ്ട്. അതായത് ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ ഈ യുദ്ധം മറ്റ് മേഖലകളിൽ കൂടി കടന്നിരിക്കുകയാണ്. മറ്റ് മേഖലകളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് അവിടെ പൂർണ്ണമായ ദുരന്താവസ്ഥയിലേക്കും നീടും. ഇറാനാണെങ്കിൽ ചുമ്മാതിരിക്കുന്നില്ല. ഇറാനും വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് ഗൾഫ് മേഖലകളിലേക്ക് നടക്കുന്നത്. അതായത് പ്രധാനമായും ജലസംഭരണികളിലേക്കൊക്കെയാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം നടക്കുന്നത്. അതായത് ജലസംഭരണികളിലേക്ക് ആക്രമണം നടന്നാൽ അവിടെ ഒരു വലിയ രീതിയിലുള്ള ജലക്ഷാമം തന്നെ ഉണ്ടാകും. നമുക്ക് ഒക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ജലം ശുദ്ധീകരിച്ച് മാത്രമേ ഈ ഗൾഫ് മേഖലകളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ജലസംഭരണികളിലേക്ക് യുദ്ധം നടത്തുമ്പോൾ അത് കടുത്ത ദുരന്തത്തിലേക്കുമായിരിക്കും ഗൾഫ് മേഖലയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. എന്തായാലും ഇതിന് വളരെ ശക്തമായ രീതിയിൽ, വളരെ കൃത്യമായ രീതിയിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ യുദ്ധത്തിന് പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ ലോകം പോകുന്നത് വളരെ ദുരിതകരമായ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.